എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അത് ശരിയാണ്, ഞാനും എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആരത്? ആരായിരിക്കും? കഷ്ടായി, എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? ഇതേപോലെ ഒരാളിനെ കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്ത് സിഡ്നിയിൽ വെച്ച് കളി കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാനും കണ്ടു. ഇനി അങ്ങാരായിട്ടാണോ അതോ തിരുവനന്തപുരത്തോ? 5 വർഷത്തിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഏതാ സ്ഥലം? തിരുവനന്തപുരമാണോ? അല്ല അല്ല അല്ല, തിരുവനന്തപുരം അല്ല, ഇത് തമ്പാനൂര്. എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടണില്ലേ? കിട്ടും കിട്ടും, ഒന്ന് വ്യക്തമായിട്ട് സൂക്ഷിച്ചു നോക്ക്. അമ്പട കേമാ, നിന്നെ ഞാൻ മറക്ക്. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല. ഞാനും സ്വപ്നയെ നിരീക്ഷില്ല. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. ഹോ 10 തലയോ? സമ്മതിക്കണം, പുള്ളിക്കാരെ എന്തോ ഒരു പ്രബന്ധം അവതരിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടു. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ 2 പ്രബന്ധങ്ങൾ ഇവന്റെയാ. അപ്പോ അത് പുള്ളിയുടെ പ്രബന്ധമായിരുന്നല്ലേ? ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ പോയി എന്റെ നാട്ടിലൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. എന്തിനു പറയണു, നാട്ടിൽ ചെന്ന് ഈ വിവരം അറിയിക്കാമെന്നും പറഞ്ഞ് പോയ ഞാൻ മടയനായി. അവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പുള്ളി ഇവിടെ എത്തിയ വിവരം. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ തിരുവനന്തപുരം മണ്ഡലം ജേഗ പോക. അപ്പൊ എങ്ങനെ, നമുക്ക് പോകാം വെള്ളരിക്ക പട്ടണം. അങ്ങനെ ലോക്സഭാ ഇലക്ഷനായി. ഇനി നാടകങ്ങള്, പല ട്രോളുകള്, പല പാട്ടുകള്, ഇതെല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ. മണിമുറ്റത്താവണിപ്പന്തൽ അല്ല, മണിമുറ്റത്താമരപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തം വിളിപ്പന്തൽ. തൃശ്ശൂര് വേണം, തരണം, താ എനിക്ക്, താ തൃശ്ശൂര് മോനെ. നരേന്ദ്രമോദിയെയും NDAയെയും എതിർക്കാനുള്ള കരുത്ത് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇടതുപക്ഷത്തിനല്ലാതെ, പ്രത്യേകിച്ച് CPMനല്ലാതെ വേറെ ഒറ്റ ഒരാളെ കൊണ്ട് നടക്കില്ല. അപ്പോഴേ ഈ പ്രധാന ലക്ഷ്യം എന്താണാവോ? ആ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് ഇറക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക്. ആ ലക്ഷ്യം നേടാനായിട്ട് ഒരു പഴയ പഴഞ്ചൊല്ലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നൊരു പഴഞ്ചൊല്ല് ഞാൻ ആവർത്തിക്കുകയാണ്. മടിയിൽ കനമുള്ളവന് ഭയന്നാൽ മതി എന്ന് പറയും. മടിയിൽ കനമില്ലാത്ത ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരുമാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് ശരിയാണ്, സാധാരണക്കാരനിൽ സാധാരണക്കാരൻ. ഈ സാധാരണക്കാരനിൽ സാധാരണക്കാരൻ പാർലമെന്റിൽ ചെന്നാൽ എന്തെങ്കിലും നടക്കുമോ? ഈ ദേശീയഗാനത്തിന് പകരം വല്ല ലജ്ജാവതിയെ എന്നുള്ള പാട്ട് പാടുമോ എന്ന പേടി മാത്രമേ ഇപ്പൊ നമുക്കുള്ളൂ. അതാണ്, ആ ഒരു പേടി മാത്രമേ നമുക്കും ഉള്ളൂ. ലജ്ജാവതിയെ നിന്റെ കള്ളകട കണ്ണിൽ. ഓ അപ്പൊ ഈ ഗണേശൻ പറഞ്ഞു വന്നത് കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാനാണെങ്കിൽ കലാലയ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ വേണ്ടി ചങ്ങമ്പുഴയുടെ വാഴക്കൊല എടുത്ത് വൈലോപ്പള്ളിക്ക് കൊടുത്തില്ലേ? നമ്മുടെ സ്വന്തം ആള്, നമ്മുടെ ഡാക്ടർ. കാരണം ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ്. വീട്ടിൽ നിന്നും മമ്മിയും ഉമ്മയും അമ്മയും ഒക്കെ പൊതിച്ചു വിടുന്ന പൊതിച്ചോറ്, അത് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയുന്ന സൗഹൃദത്തിന്റെ ഇടങ്ങളാണ് നമ്മുടെ ക്ലാസ് മുറി. മമ്മിയും ഉമ്മയും അമ്മയും അമ്മുമ്മയും ഒക്കെ പറഞ്ഞു, ഒരാളിന്റെ കാര്യം വിട്ടുപോയി. പൊതിച്ചോറ് കൊടുക്കുന്നവരടി. പല രോഗങ്ങൾക്കും പല മരുന്നുകളും ഉണ്ട്, ചികിത്സയുണ്ട്. അതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഈ കൈയും കാലും തളർന്നു കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആ കിടപ്പ് തന്നെ അങ്ങ് കിടക്കും. അതാണ് സർവ്വസാധാരണം.
പക്ഷേ ഇവരിൽ ചിലവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്താണെന്നറിയാമോ? പഴയ ചില ഓർമ്മകൾ, പഴയ ചില സംഭാഷണങ്ങൾ, അങ്ങനെ കരളലിയിക്കുന്ന ഒരു സംഭാഷണത്തിലൂടെ പെട്ടെന്ന് ചാടി എണീറ്റ് പൂർവ്വസ്ഥിതി പ്രാപിച്ച ഒരു ചെറിയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ആ എന്തു പറഞ്ഞോണ്ടിരുന്നപ്പോഴാ കൈപൊക്കിയത്? അത് പഴയ കാര്യങ്ങളാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞതെന്ന് പറയൂ. അത് തന്നെ അവരോട് വീണ്ടും പറയൂ. പറയൂ പറയൂ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയാൻ. LDF വരും, എല്ലാം ശരിയാകും. ഈ ഇലക്ഷൻ ആകുമ്പോൾ തന്നെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ക്ഷേമ പെൻഷനെന്നും മറ്റേ പെൻഷനെന്നും പല ആനുകൂല്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലും കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ടു കൊടുക്കും. എങ്ങനെ? ദാ ഇതേപോലെ. എത്രയൊക്കെ നമ്മൾ പിടിച്ചു നിന്നാലും ശരി, ഇവരുടെയൊക്കെ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ടെന്ന് വീണു പോകുന്ന ചില മനസ്സുകളുണ്ട്. എങ്ങനത്തെ മനസ്സ്? ദാണ്ട ഇതേപോലെ. സൂക്ഷിക്കുക. എലിവില്ലുമായി നിങ്ങളെ മാടി വിളിക്കുന്ന ഇത്തരക്കാരെ പ്രത്യേകം സൂക്ഷിക്കുക എന്ന അഭ്യർത്ഥനയുമായി തൽക്കാലം നിർത്തുന്നു. ഗുഡ് ബൈ.